ഹലോ ഫ്രണ്ട്സ്. സ്റ്റഡി പി എസ് സി ഫോക്കസ് പോയിന്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വർഷം അവസാനത്തോടു കൂടി വരാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിയമനങ്ങൾ നല്ല രീതിയിൽ നടക്കുകയും ഒഴിവുകൾ നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGS എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും, അതായത് PSCക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന 7ാം ക്ലാസ് തൊട്ട് യോഗ്യതയുള്ള, അല്ലെങ്കിൽ ഒരു 36 വയസ്സിനകത്ത്, 18 to 36 വയസ്സിനകത്തുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഒരു പ്രതീക്ഷ നൽകുന്ന, വളരെയധികം ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു എക്സാം കൂടിയാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് LGS എന്നത്. ഇനി അതിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നായിരിക്കാം വരിക എന്നുള്ളതാണ് കുറേ പേരുടെ സംശയം എന്ന് പറയുന്നത്. ഈ വർഷത്തോടു കൂടി തന്നെ, അതായത് 2025 നവംബറിലോ അല്ലെങ്കിൽ ഡിസംബറിലോ കൂടിയിട്ട് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ ഒരു നോട്ടിഫിക്കേഷൻ ആ ഒരു കാലയളവിൽ വന്നാൽ മാത്രമേ 2026 കൂടിയിട്ട് എക്സാം നടത്തി, അതായത് പ്രിലിംസ് ഉണ്ടെങ്കിൽ അതും, അതുപോലെ തന്നെ മെയിൻസ് എക്സാമും ഒക്കെ നടത്തി, ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി, അതിൻ്റെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു മെയിൻ ലിസ്റ്റ് നമുക്ക് 2027 ജനുവരിയോട് കൂടി തന്നെ PSCക്ക് അത് പുറത്തിറക്കണം. അപ്പോൾ അതിൻ്റെ അത്രയും ഒരു കാലയളവ് മാത്രമേ ഇനിയിപ്പോൾ നമുക്ക് ലഭിക്കുവാനായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാലയളവിൽ തന്നെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അടുത്ത വർഷം മെയിൻസ് എക്സാമും അതുപോലെ തന്നെ പ്രിലിംസ് ഉണ്ടെങ്കിൽ പ്രിലിംസും ഒക്കെ നടക്കുമെന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. കുറേ ആളുകളുടെ സംശയമാണ്, SCRT ആണോ പഠിക്കേണ്ടത് അതോ റാങ്ക് ഫയൽ ആണോ പഠിക്കേണ്ടത് എന്നൊക്കെയുള്ളത്. പക്ഷേ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ റാങ്ക് ഫയൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ട് പഠിക്കുക എന്നും നമ്മളെ അഭിപ്രായം ഞാനായിട്ട് പറയില്ല. കാരണം ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക റാങ്ക് ഫയലുകളും SCRT ബേസ്ഡ് തന്നെയാണ്. അതുപോലെ തന്നെ റാങ്ക് ഫയൽ PSCയിലൊക്കെ ക്വസ്റ്റ്യനും പാറ്റേണും ഒക്കെ മാറിയെങ്കിൽ പോലും റാങ്ക് ഫയലിലൊക്കെ പോയിന്റുകളൊക്കെ തന്നെ നമ്മൾ പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എന്ന് കരുതിയിട്ട് നമ്മൾ റാങ്ക് ഫയലിലേക്ക് ആദ്യം തന്നെ പോകാതെ ഇരിക്കുക. നമ്മൾ ആദ്യം തന്നെ SCRT കംപ്ലീറ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. SCRTയുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ PSC എക്സാമുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ SCRT ആദ്യം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കമ്പനി ബോർഡ് LGS എക്സാമാണ് നമ്മുടെ ചാനൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ കമ്പനി ബോർഡ് LGS എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ നടത്തുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്നും ഈ പറയുന്ന കമ്പനി ബോർഡ് LGSന് വേണ്ടിയുള്ള അറിവുകളും അതുപോലെ തന്നെ ഞാൻ പഠിക്കുന്ന രീതിയും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്